ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു എഗ് പപ്സിൻ്റെ റെസിപ്പി കണ്ടാലോ? അത്ര വലിയ ടഫൊന്നുമല്ല. ഒന്ന് ആട്ടും ഇങ്ങോട്ടും മടക്കി മസാല ഇട്ടൊന്ന് പാനിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ നല്ലോണമായിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മീൻസ് വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നല്ലോണം നേർമയിൽ കട്ട് ചെയ്ത ഉള്ളി ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കും. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ബ്രൗൺ കളറിലേക്ക് മാറുന്ന വരെ കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, വേറെ ഇട്ടാൽ മതി. കുറച്ച് ചിക്കൻ മസാലയും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചാൽ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. പിന്നെ ഞാൻ സമൂസ ഷീറ്റില്ലേ, അത് 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 4 എണ്ണമാണ് ഒരു പപ്സിലേക്ക് ഞാൻ യൂസ് ചെയ്തത്. 2 എണ്ണം അരിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് വെച്ച് ഒന്ന് ക്ലോസ് ആക്കി വെച്ചെടുക്കുക. പിന്നെ നമ്മളെ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ടൻ്റെ പകുതി ഭാഗം കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഇടുന്നതിനെക്കാട്ടിലും ഇതുണ്ടാവുക മുട്ടൻ്റെ പകുതി എടുക്കുന്നതാണ്. ഇതേമാതിരി ക്രോസ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഈ മടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മൈദൻ്റെ പശല്ലേ അത് ഒട്ടിച്ച് കൊടുക്കണം. ഇനി ഫെവിക്കോളൊന്നും ആരും പോയി ഒട്ടിക്കാൻ നിൽക്കണം കേട്ടോ. മൈദൻ്റെ പശാണിത്, അത് ഒട്ടിച്ച് കൊടുക്കുക. ഇതാ ഒരു ബോക്സ് ഷേപ്പ്, നമ്മളെ പപ്സിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടാക്കി കൊടുത്താൽ മതി. എത്ര എണ്ണാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മളെ ബേക്കിംഗ് ട്രേയിലേക്ക് ഇതിങ്ങനെ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഏതായാലും യൂസ് ചെയ്താൽ, ഞാൻ ഇവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് പിന്നെ ഒരു മുട്ട അടിച്ചിട്ട് ഞാൻ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എഗ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എഗ് വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മുട്ട പപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ. ഞാൻ പിന്നെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ ഓയിലിൽ ജസ്റ്റ് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. ഡീപ്പ് ഫ്രൈയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഓവനിൽ ഫസ്റ്റ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവൻ ആദ്യമേ. എന്നിട്ട് പിന്നെ നമ്മൾ 13 മിനിറ്റ്സും 200 ഡിഗ്രിയാണ് ഞാൻ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം റെസിപ്പി ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.